മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ ഇന്നലെ എൻ്റെ വിശാഖപട്ടണത്ത് പോയപ്പോൾ അനുഭവം വിവരിക്കുകയുണ്ടായി. അവിടെ കണ്ട ഒരു ചെറിയ കാഴ്ച നമ്മളുടെ ജീവിതത്തിന് ഏറ്റവും അധികം പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണെന്ന് തോന്നി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കൊടുങ്കാറ്റടിച്ചു. വിശാഖപട്ടണത്ത് ദുഃഖ എന്ന കൊടുങ്കാറ്റടിച്ചു. ഇതില് പഴയ മരങ്ങളെല്ലാം കടപുഴകി വീണു. ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിലും അടിച്ചിട്ടുണ്ട്. അപ്പോ ആ കൊടുങ്കാറ്റിന്റെ പേര് ഞാൻ പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പഴയ കെട്ടിടങ്ങളെല്ലാം തകർന്നു പോയി. എയർപോർട്ട് ഉൾപ്പെടെയുള്ള പല പല സ്ഥാപനങ്ങളിലെയും ചില്ലുകൾ തകർന്നു. അതിൻ്റെ മുകൾ വശം റൂഫ് പോയി. പഴയ കെട്ടിടങ്ങളും സ്ലം ഏരിയകളിലെയും മുഴുവനും ഭാഗങ്ങൾ തകർന്നു. അങ്ങനെ ശരിക്കും ദുഃഖം വാരി വിതറി. വിശാഖപട്ടണത്ത് ആ കൊടുങ്കാറ്റടിച്ചത് എത്ര അനുഗ്രഹമായി എന്ന് ഇന്ന് വിശാഖപട്ടണത്തെ ആൾക്കാര് ചിന്തിക്കുന്നുണ്ട്. കാരണം ആ പഴയ മരങ്ങൾ നിന്ന സ്ഥലത്ത് മുഴുവനും പുതിയ മരങ്ങൾ നല്ല ആർത്തുല്ലസിച്ച് വരുന്നുണ്ട്. പഴയ കെട്ടിടങ്ങൾ നിന്ന സ്ഥലത്തെല്ലാം പുതിയ കെട്ടിടങ്ങൾ. പഴയ കെട്ടിടങ്ങൾ പൊളിക്കാനായിട്ട് വിസമ്മതിച്ചത് പൊളിഞ്ഞു വീണത് കൊണ്ട് റോഡെല്ലാം ചന്ദ്രബാബു നായിഡു നല്ലോണം വികസിപ്പിച്ചു. കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത രീതിയിൽ ചന്ദ്രബാബു നായിഡു ചെയ്തു എന്നാണ് അവിടുന്ന് എല്ലാവരും പറയുന്നത്. അദ്ദേഹം ഒരു ബസ്, അദ്ദേഹത്തിന് വേണ്ടി ഒരു ബസ്സിൽ തന്നെ കിടന്നുറങ്ങാനും ഭക്ഷണം കഴിക്കാനും ബാത്റൂമിലേക്ക് പോകാനുമുള്ള സൗകര്യം, വിശാഖപട്ടണം മുഴുവനും പ്രദേശം അദ്ദേഹം ആ ബസ്സിൽ നിരന്തരം കറങ്ങിക്കൊണ്ടിരുന്നു. എവിടെയെങ്കിലും രാത്രിയൊക്കെ കറങ്ങുമ്പോൾ ഇലക്ട്രിസിറ്റി കുറവുണ്ടെങ്കിൽ എഞ്ചിനീയേഴ്സിനെ വിളിച്ചതൊക്കെ ശരിയാക്കി റോഡ് വീതി കൂട്ടാനുള്ള ഡയറക്റ്റ് നിർദ്ദേശം കൊടുക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ കൂടെ നിന്ന്, ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഓഫീസേഴ്സിനെ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രേരിപ്പിച്ച് ആ വിശാഖപട്ടണം എന്ന നരകത്തെ നഗരമാക്കി സ്വർഗമാക്കി മാറ്റി. ഈ എയർപോർട്ടെല്ലാം അൾട്രാ മോഡേൺ എയർപോർട്ടായി. റോഡുകളെല്ലാം നല്ല ഗംഭീരമായിട്ടുണ്ട്. വഴിവക്കുകളൊക്കെ വളരെ ക്ലീനായി. എല്ലാം കൊണ്ടും സർവനാശം കഴിഞ്ഞ് മനുഷ്യൻ നശിപ്പിച്ച് പുതിയതായിട്ട് ഉണ്ടാക്കുന്നതിന് പകരം പ്രകൃതി നശിപ്പിച്ച് പുതിയതായിട്ട് ഉണ്ടാക്കാനുള്ള അവസരം കൊടുത്തു. അപ്പൊ ഈ നശിപ്പിക്കാനുള്ള ജോലി ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ളതാണ്. എളുപ്പമൊന്നുമല്ല. പഴയ മരങ്ങളൊക്കെ വെട്ടി മാറ്റി പുതിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാല് വളരെ കമ്പർസമായിട്ടുള്ള വർക്കാണ്. പക്ഷേ ഒന്ന് നോക്കാം, പ്രകൃതി ചെയ്യേണ്ടതെല്ലാം ചെയ്തു. അതിന് ആ നശീകരണം കഴിഞ്ഞിട്ട് ഒരു ശുദ്ധീകരണം, പുതിയ പുതിയ കെട്ടിടങ്ങള്, പുതിയ പുതിയ കാര്യങ്ങള്, ഇതെല്ലാം വരുത്താനായിട്ട് ശരിക്ക് മനുഷ്യന് അവസരം നൽകിക്കൊണ്ട് ഒരു നഗരത്തെ പുനർനിർമ്മിക്കാൻ പ്രകൃതിയുടെ നശീകരണ പ്രവർത്തനം വളരെയേറെ സഹായിച്ചു. ഇതുകൂടാതെ ഈ വർഷം ഫെബ്രുവരിയിലോ ജനുവരിയിലോ മറ്റോ 50 രാജ്യങ്ങൾ 60 രാജ്യങ്ങളിലെ നേവിക്കാർ ബംഗാൾ ഉൾക്കടലില് അവരുടേതായിട്ടുള്ള ഒരു ട്രയൽ റണ്ണിങ്ങും അതേപോലെ അവരുടേതായിട്ടുള്ള ഒരു വലിയ യുദ്ധ പ്രാക്ടിക്കലും എല്ലാം നടത്തിയപ്പോൾ അത് വിശാഖപട്ടണം കേന്ദ്രീകരിച്ചായിരുന്നു നടത്തിയിരുന്നത്. അത്രയും. ഇപ്പോൾ ഒന്ന്, പ്രകൃതി നശിപ്പിച്ച പ്രദേശം വളർത്തി വികസിപ്പിച്ച് അൾട്രാ മോഡേൺ ആക്കാനുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് 60-65 രാജ്യങ്ങളിലെ സെയിലേഴ്സ്, നേവൽ ഓഫീസേഴ്സ് ക്യാമ്പ് ചെയ്തത് വിശാഖപട്ടണത്തായതുകൊണ്ട് ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും വിശാഖപട്ടണത്തെ അതിമനോഹരമാക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ 2 അനുഗ്രഹങ്ങൾ. ഒരു നിഗ്രഹത്തെ അവിടെയുള്ള ജനങ്ങളും ഗവൺമെന്റും അനുഗ്രഹമാക്കി മാറ്റി. മറ്റൊരു അനുഗ്രഹം യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണെങ്കിൽ പോലും പല പല വിദേശ കപ്പലുകളും പല പല വിദേശ പ്രതിനിധികളും നേവൽ ഓഫീസേഴ്സും എല്ലാം വരുന്നത് കൊണ്ട് ആ പ്രദേശം മുഴുവനും അങ്ങ് ശുദ്ധീകരിച്ച് അതിഗംഭീരമായിട്ടുള്ള വികസനത്തിന്റെ
പാതയിലേക്ക് എത്തിച്ചു. ഇത് രണ്ടും ഞാൻ എടുത്ത യൂട്യൂബിലൂടെ പറയാൻ കാരണം, നമുക്കും തിന്മകളെ നന്മകളാക്കാൻ സാധിക്കും, നന്മകളെ കൂടുതൽ നന്മകളുമാക്കാൻ സാധിക്കും. തിന്മകളെ നന്മകളാക്കിയതാണ് കൊടുങ്കാറ്റ് വന്ന് അസാധാരണമാം വിധത്തിൽ നാശം വാരി വിതച്ചത്. ആ ഫീനിക്സ് പക്ഷിയെ പോലെ ആ ചാരത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുന്ന വിധത്തിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുകയും നേതൃത്വം കൊടുക്കേണ്ടവർ കൊടുക്കുകയും ചെയ്തപ്പോൾ നെഗറ്റീവിനെ പോസിറ്റീവാക്കാൻ സാധിച്ചു. ഇനി പോസിറ്റീവിനെ കൂടുതൽ പോസിറ്റീവാക്കാൻ സാധിച്ചത് രണ്ടാമത്തെ പ്രക്രിയയിലൂടെ. ഇതേപോലെ നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ച്യുതികൾ സംഭവിക്കുന്ന അവസരത്തിലും സമൂഹത്തിലുണ്ടാകുന്ന അപച്യുതികൾക്കും നമ്മുടെ രാഷ്ട്രത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുമെല്ലാം നമ്മൾ ശരിക്ക് ശ്രദ്ധയോടുകൂടി ആ നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കുകയും അതേപോലെ പോസിറ്റീവുകളെ കൂടുതൽ പോസിറ്റീവുകളാക്കുകയും ചെയ്യണം. അത് ഈ ഭാരതത്തിൽ ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ 1947 ശേഷമോ ഉണ്ടായ പ്രക്രിയകളല്ല. മഹാഭാരതം എന്നുള്ള ഗ്രന്ഥമുണ്ടായത് ശകുനി കള്ളച്ചൂത് കളിച്ചതുകൊണ്ടാണ് എന്ന് ഞാൻ പറയാറുണ്ട്. ഭഗവത്ഗീത എന്ന ഗ്രന്ഥം ഉണ്ടായത് അർജുനൻ യുദ്ധക്ഷേത്രത്തിൽ തളർന്നു വീണതുകൊണ്ടാണ്. യോഗവാസിഷ്ഠം എന്ന ഗ്രന്ഥം ഉണ്ടായത് രാമൻ കാട്ടിലേക്ക് പോകുന്നു, ഞാൻ രാജ്യം ഭരിക്കാനില്ല എന്ന് ചെറുപ്പത്തിൽ പറഞ്ഞതുകൊണ്ടാണ്. ശമീക മഹർഷിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ടതുകൊണ്ടാണ് ഭാഗവതം എന്ന ഗ്രന്ഥം ഉണ്ടായത്. ശരിക്കും ഭാരതത്തില് ഈ ടെററിസ്റ്റുകൾ ഇങ്ങനെ ആക്രമിക്കുന്നു എന്നുള്ള അനുഭവത്തിന്റെ നെഗറ്റീവാണ് ഭാരതത്തെ അടിമുടി ഇത്രയും അധികം പ്രതിരോധ ശക്തിയുള്ള രാഷ്ട്രമാക്കിക്കൊണ്ടിരിക്കുന്നത്. ബോംബെ താജ് ഹോട്ടലിൽ ഉണ്ടായ അറ്റാക്കാണ് ഭാരതത്തിന്റെ സെക്യൂരിറ്റി 10 മടങ്ങ് വർദ്ധിക്കാനുണ്ടായ കാരണം. അപ്പൊ ശരിക്ക് നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കാൻ നമുക്ക് സാധിച്ചാൽ ജീവിതത്തിൽ വളരെ വളരെ അധികം നമുക്കതൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാൻ സാധിക്കും. ഇത് മാതാപിതാക്കളും അറിയണം, അതേപോലെ വിദ്യാർത്ഥികളും അറിയണം. ചിലപ്പോൾ ചില നെഗറ്റീവുകൾ ലോങ് സ്റ്റാൻഡിങ് ആയിരിക്കും, അതൊരു പക്ഷേ നെഗറ്റീവായി തന്നെ ഭാഗികമായിട്ട് അനുഭവിക്കേണ്ടി വരും. പക്ഷെ പല നെഗറ്റീവുകളും ഷോർട്ട് ലിവിങ് ആണ്, കുറച്ചു കാലം മാത്രമുള്ളതാണ്. ആ കുറച്ചു കാലം മാത്രം നിലനിൽക്കുന്ന നെഗറ്റീവുകളെ നമുക്ക് പോസിറ്റീവുകളാക്കി മാറ്റാൻ സാധിച്ചാൽ ചെറിയൊരു ആക്സിഡന്റ്, ചെറിയൊരു ഫെയിലിയർ, ചെറിയൊരു കുത്തുവാക്ക്, ചെറിയൊരു ദേഷ്യപ്പെടല്, ചെറിയൊരു അവഹേളനം, അല്ലെങ്കിൽ ചെറിയൊരു അബ്നോർമാലിറ്റി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ്, അതിനെ നമ്മൾ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാൻ നമുക്ക് സാധിച്ചാൽ ജീവിതത്തിൽ വലിയ വിജയം നേടാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും പലതും അങ്ങനെയാണ്. നെഗറ്റീവുകളില്ലാതെ പോസിറ്റീവുകൾ മാത്രമുള്ളൊരു സമൂഹം ലോകത്തിലില്ല. അതുപോലെ തന്നെ പോസിറ്റീവുകൾ നെഗറ്റീവുകൾ മാത്രമുള്ളൊരു സമൂഹവും ലോകത്തിലില്ല. എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും, എല്ലാ കുടുംബത്തിനും, എല്ലാ സമൂഹത്തിനും, എല്ലാ രാഷ്ട്രത്തിനും കുറേയൊക്കെ നെഗറ്റീവുകളും ഉണ്ടാവും, കുറേയൊക്കെ പോസിറ്റീവുകളും ഉണ്ടാവും. പോസിറ്റീവുകളെ കൂടുതൽ പോസിറ്റീവുകളാക്കാം, നെഗറ്റീവുകളെ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടെടുത്ത് നമുക്ക് ധന്യമായിട്ട് വളരാൻ സാധിച്ചാൽ അത് മാർവലസ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിത് പറഞ്ഞത് വിശാഖപട്ടണത്തുണ്ടായ 2 കാര്യങ്ങളെ മുൻനിർത്തിയാണ്. ഒന്ന്, ഒരു കൊടുങ്കാറ്റടിച്ച് ആ ഒരു നഗരം മുഴുവനും തകർന്നപ്പോൾ അതിൽ നോക്കി കരയുന്നതിന് പകരം അത് മുഴുവനും അടിമുടി നവീകരിക്കാൻ അതൊരു അവസരമായിട്ട് ഉപയോഗിച്ചു. 2, വിവിധ രാജ്യങ്ങൾ ചേർന്ന് നടത്തിയ ഒരു നേവൽ എക്സർസൈസ്, അത് ആ നഗരത്തെ കൂടുതൽ മനോഹരമാക്കാനും ഉപയോഗിക്കാൻ സാധിച്ചു. ഏത് നന്മയിലേക്ക് പോയാലും നന്മയിലേക്ക് പോകുന്നതോടുകൂടി, നന്മയിൽ കൊണ്ടു ചെന്ന് എത്തിക്കുന്നതോടുകൂടി ഉത്തരവാദിത്വം കഴിയുന്നില്ല. പിന്നെ ഉത്തരവാദിത്വം ആ നന്മ നിലനിർത്താനും കൂടി വേണ്ടിയിട്ടുള്ളതായിരിക്കണം. വ്യക്തിയുടെ കാര്യത്തിലും കുടുംബത്തിന്റെ കാര്യത്തിലും സമൂഹത്തിന്റെ കാര്യത്തിലും രാഷ്ട്രത്തിന്റെ കാര്യത്തിലെല്ലാം ഇത് ആപ്ലിക്കബിൾ ആണ്. പ്രണാമം, നമസ്കാരം.